അപ്പോൾ ഇന്ന് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ക്രാഫ്റ്റിൽ പാർട്ട് 3 ആണ് ഇന്ന് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. വേറൊന്നല്ല, ഞാൻ കണ്ടതിൽ കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുന്നത്തെ വീഡിയോയിലും ഒക്കെ പറഞ്ഞാണ് നിങ്ങൾ എന്ത് വേണമെന്നാണ് കമൻറ്റിൽ പറയുന്നത്, അതാണ് നമ്മൾ ഉണ്ടാക്കാന്നുള്ളത്. അതേപോലെ ഇത് കമൻറ്റിൽ പറഞ്ഞ ഒരു സാധനമാണ്. അത് മാത്രമല്ല, ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത്. വേറൊന്നല്ല, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പെൻസിൽ ബോക്സ് ആണ്. കുറേ കമൻറ്റുകൾ കണ്ടു, അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ എല്ലാത്തിനെക്കാട്ടിയും കുറച്ച് യൂസ്ഫുള്ളും കൂടി ആവുമല്ലോ ഇത്. നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ട് സാധനമാണ് ഇത്. അപ്പം എന്തായാലും നമ്മൾ ഇത് തന്നെ ചെയ്യാൻ വിചാരിച്ച്. പിന്നെ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ള പേപ്പർ പറയുന്നത് കളർ പേപ്പർ ആയാലും അത് കുറച്ച് GSM കൂടുതലാണ്. GSM കൂടുതൽ പറഞ്ഞാൽ കട്ടി കൂടുതലുള്ള പേപ്പറാണ്. അത് ഉപയോഗിച്ചാലാണ് കുറച്ച് കട്ടിയിലും ബലത്തിലും ഒക്കെ നിൽക്കുള്ളൂ. അത് കാരണമാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ 2-3 A4 ഷീറ്റ് ഒപ്പം ഇങ്ങനെ നമ്മൾ A4 ഷീറ്റ് ആയാലും കളർ പേപ്പർ ആയാലും ഒപ്പം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഉപയോഗിച്ചാലും മതി. പിന്നെ അടിഭാഗത്ത് ഞാൻ ആദ്യം പേപ്പറാണ് ഒട്ടിച്ചത്, പക്ഷെ അത് കട്ടില്ലാണ്ടും പിന്നെ അത് വിട്ട് വരും എന്ന് തോന്നിയോണ്ടും ഞാനത് പിന്നെ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, അടിഭാഗത്ത് നമ്മൾ പിന്നെ എല്ലാ പെൻസിലും കാണാനാണ്, എല്ലാ പെൻസിലിൽ നിന്നല്ല ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പെൻസിലുകൾ ഞാൻ കൂടുതലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇറൈസർ ഉള്ളത്. അപ്പോൾ അതേ മോഡൽ ഞാൻ അടിഭാഗത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ പെൻസിലിൻ്റെ മുനക്ക് വേണ്ടിയിട്ട് ഞാൻ സാധാ ഒരു പേപ്പർ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് സർക്കിൾ മോഡൽ കട്ട് ചെയ്തെടുക്കൽ കഴിഞ്ഞിട്ട് അതിൽ ബ്ലാക്ക് കളർ നടുവിലൊന്ന് കളർ ചെയ്തും കൂടി എടുക്കുകയാണ് റൗണ്ട് വരച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അത് പിന്നെ കോൺ ഷേപ്പിൽ ഒന്ന് മടക്കിയും കൂടി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതും കൂടിയും കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വൈറ്റ് പേപ്പറും കൂടിയും റൗണ്ട് ആക്കിയിട്ടൊന്നും മടക്കി എടുത്തിട്ട് ഒട്ടിച്ചു കൂടിയും ചെയ്താൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള അങ്ങനെ നമ്മൾക്ക് ഈസി ആയിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ പെൻസിൽ ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം. പിന്നെ അടുത്ത വീഡിയോ എന്താ വേണ്ടതെന്നുള്ളതും കൂടിയും കമൻറ്റ് ചെയ്താൽ അതും കൂടിയും ചെയ്യാം. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യാം. ഞാനതിന് ഓരോ വീഡിയോസും സെലക്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പാർട്ടുകൾ ഇടാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാനത് പിന്നെ ആയിട്ട് വേറെ വീഡിയോസ് ആയിട്ട് ഇടാം. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാ വീഡിയോസും ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കല്ലേ.